വെടിനിർത്തലിന് ശേഷവും ലെബനനിൽ വ്യാപകാക്രമണവുമായി ഇസ്രായേൽ. ഒറ്റ രാത്രി കൊണ്ട് കൊല്ലപ്പെട്ടത് 254 പേരാണ്. ഇറാനിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. വെടിനിർത്തൽ ലംഘനത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കും വീണ്ടും ഇറാൻ അവിടെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ലെബനിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ ഇറാൻ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ വേണോ അതോ ഇസ്രായേൽ വഴിയുള്ള യുദ്ധം തുടരണമോ എന്നാണ് US തീരുമാനിക്കണമെന്ന് അബ്ബാസ് അരഗ്ജി വ്യക്തമാക്കുന്നത്. അതേസമയം ലെബന്റെ പേരിൽ ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചാൽ അത് വിഡ്ഢിത്തമാകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസും വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ടായി. If Iran wants to let this negotiation fall apart in a conflict where they were getting hammered over Lebanon, which has nothing to do with them and which the United States never once said was part of the ceasefire, that's ultimately their choice. We think that would be dumb, but that's their choice. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നലെയാണ് ഈ സമാധാന കരാർ ഉണ്ടായി രംഗത്ത് വന്നത്. 10 ഇന ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിച്ചു ഇറാന്റെ എന്നായിരുന്നു വിവരം. പക്ഷേ അതിനുശേഷം ഇസ്രായേൽ ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറയുന്നുണ്ട് ഇസ്രായേൽ ഈ കരാറിൽ തൃപ്തരല്ല എന്ന്. ഈ കരാറിന്റെ ഭാഗമായിരുന്നു ഇറാന്റെ സഖ്യകക്ഷികൾക്ക് എതിരെ ആക്രമണം ഉണ്ടാവരുത്, ലെബനൻ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകരുത് എന്ന് പാകിസ്ഥാന് സമ്മതിച്ചതാണ്. ഇതാ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ലെബനിലേക്ക് തുടർച്ചയായി ആക്രമിക്കുന്നു. അതും ഇതുവരെ കാണാത്ത വിധം. അത് ഇസ്രായേലിനെ വല്ലാതെ ഈ കരാർ പ്രകോപിപ്പിച്ചതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ. ഈ ഇത്തരത്തിൽ നീക്കവുമായി ഇസ്രായേൽ മുന്നോട്ട് പോയാൽ ഒരു തരത്തിലും സമാധാനം ഉണ്ടാകില്ല. ടെല്ലവീവ് ആക്രമിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു പശ്ചാത്തലത്തേക്ക് നയിക്കുകയാണ്. രഞ്ജിത്ത്, മനുഷ്യത്വരഹിതമായ വളരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ ലെബനനിൽ നടത്തിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അവർ ഒറ്റ ദിവസം കൊണ്ട് 100-ലധികം കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. ഏതാണ്ട് 254 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം. 1165-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടും അവിടെ ലെബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ബെയ്റൂട്ടിൽ ഒരു ഹിസ്ബുള്ള തലവനെ ഉൾപ്പെടെ വധിച്ചതായിട്ടാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത്. ഈ ഹിസ്ബുള്ള ഭാഗമായിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളെയും നശിപ്പിക്കും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ശക്തമായിട്ടുള്ള ആക്രമണം ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇറാൻ മുന്നോട്ട് വെച്ച അവരുടെ 10 നിർദ്ദേശങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ലംഘനം തന്നെയാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറാന് നേരെയും അതുപോലെ തന്നെ ഇറാന്റെ സഖ്യകക്ഷികൾക്ക് നേരെയുമുള്ള ആക്രമണം അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണമെന്ന്. ഇതിൽ ലെബനനും സിറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ ആദ്യം തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് തങ്ങൾ ഇറാന് നേരെ ആക്രമണങ്ങളൊന്നും നടത്തില്ല. ഇപ്പോൾ US ഉണ്ടാക്കിയിട്ടുള്ള വെടിനിർത്തൽ കരാറ് പ്രകാരം തങ്ങൾ 2 ആഴ്ച